ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ നോക്കൂ, ഇതിപ്പോ ഒരാളുടെ കാര്യത്തിൽ മാത്രം സംഭവിക്കുന്നതല്ല. ഇവിടെ ജിൻഡോ സൂചിപ്പിച്ച വിഷയമുണ്ടല്ലോ, വടക്കുംപാട് നിഖിൽ വധക്കേസ് പ്രതിയായിട്ടുള്ള ശ്രീജിത്ത് ഒരു ഗൃഹപ്രവേശം നടത്തുകയാണ്, ഒരു വീട് വെക്കുകയാണ്. ആ വീടിന്റെ ഉൾത്തളങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ചെഗുവേരയുടെ ചിത്രമൊക്കെ ഇങ്ങനെ വലിയ തോതിൽ വെച്ചിട്ടുണ്ട്. ആ ചെഗുവേരയുടെ ചിത്രത്തിൽ മുഹമ്മദ് ഷാഫി അടക്കമുള്ള ആളുകൾ നിൽക്കുന്നതിന് പടമൊക്കെ. ആ വീട് റിബൺ മുറിച്ച് അകത്തേക്ക് കയറുന്നത് പി ജയരാജനാണ്, MV ജയരാജനുണ്ട്, CPM-ന്റെ പ്രമുഖ നേതാക്കളുണ്ട്. അപ്പോൾ കൊലയോ മറ്റേതെങ്കിലും കുറ്റകൃത്യമോ ഒക്കെ നടത്തി ജയിലിൽ കഴിയുന്നവരാണെങ്കിലും അവർ പരോളിൽ ഇറങ്ങിയാൽ അല്ലെങ്കിൽ അവർ ജാമ്യം കിട്ടി പുറത്തു വന്നാൽ അവർക്ക് പാർട്ടിയുടെ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ തണലുണ്ട്. അവർക്ക് ഒരു ശുഭകാര്യം സംഭവിച്ചാൽ അതിന് കാർമ്മികത്വം വഹിക്കാൻ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖരായ നേതാക്കൾ തന്നെ എത്തും എന്നൊരു സന്ദേശം അതിനകത്ത് വളരെ വളരെ വ്യക്തമാണ്. മറ്റു പാർട്ടിക്കാരും അങ്ങനെ ആയിരിക്കും കേട്ടോ. ഇവിടെ പക്ഷേ നമുക്ക് വളരെ വിസിബിളായി വിഷ്വലിൽ കാണുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പ്രതികളെ സംബന്ധിച്ച്, ഈ ക്രിമിനലുകൾ ഏകരല്ല, അവർക്കൊരു എക്കോസിസ്റ്റത്തിന്റെ പിന്തുണ ഉണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ മറ്റെന്തെങ്കിലും വേണോ? നോക്കൂ അഭിലാഷേ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിനടിപ്പെട്ട് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ അത്തരം സംഘർഷങ്ങളിലേക്കും അതുവഴി പ്രതികളാക്കപ്പെടുകയും അവരുമായി ബന്ധം പുലർത്തുന്നതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അത് അഭിലഷണീയമല്ല, അത് പ്രോത്സാഹിക്കാൻ പറ്റിയതുമല്ല. പക്ഷേ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളമുള്ള ചരിത്രത്തിൻ്റെ പാഠം അതാണോ? നോക്കൂ, ആ പാർട്ടിയുടെ പതാകയുടെ നിറമെന്ന് പറയുന്നത് മനുഷ്യ രക്തം കൊണ്ട് ഇടയ്ക്കിടെ ചുവപ്പിക്കുന്നതാണ്. അവരുടെ കൊടിയടയാളം എന്ന് പറയുന്നത് മനുഷ്യനെ ആക്രമിച്ച് നശിപ്പിക്കാനുള്ള വാക്കത്തിയും ചുറ്റികയുമാണ്. മനുഷ്യ രക്തത്തിൽ അഭിരമിക്കുന്ന, അതിൽ ആവേശം കൊള്ളുന്ന മാരകായുധങ്ങൾ കൊടിയടയാളമാക്കുക മാത്രമല്ല, ലോക ചരിത്രത്തിൽ ഈ പാർട്ടി കൊല ചെയ്യപ്പെട്ടതിനെ പോലെ അത്രയും ഏതെങ്കിലും ഒരു സംഘർഷത്തിൽ തൊഴിലാളി വർഗ പാർട്ടിയാണ്. അരിവാൾ എന്ന് പറയുന്നത് കൊയ്യാൻ ഉപയോഗിക്കുന്ന, കാർഷിക വൃത്തിക്ക് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. ചുറ്റിക എന്ന് പറയുന്നത് പണിക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. തൊഴിലാളികളുടെ പണിയായുധങ്ങൾ എന്ന അർത്ഥത്തിലാണ്. നമ്മളിപ്പോൾ ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇപ്പോൾ പല പാർട്ടികൾക്ക് പല കൊടികളുണ്ടാവും. കൊടിയുടെ നിറവല്ലല്ലോ, ആക്ടിവിറ്റിയാണ് പ്രശ്നം. അല്ല, അതിനല്ല അഭിലാഷേ ചരിത്രത്തിൽ ആ പാർട്ടി ആയുധങ്ങൾ ഉപയോഗിച്ചത് കാർഷിക വൃത്തിക്ക് വേണ്ടിയോ കാർഷിക വർധനവിനോ അല്ല. അവർ ലോകത്ത് ഭരിച്ച ഏതെങ്കിലും ഒരു പ്രദേശത്ത് കാർഷികമോ വ്യാവസായികമായുള്ള ഉന്നമനത്തിൻ്റെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ അഭിലാഷേ ഈ ചർച്ചയിൽ പങ്കെടുത്ത ആർക്കെങ്കിലും സാധിക്കുമോ? അവരുടെ ഭരണത്തിൽ കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മുന്നേറ്റം, സോവിയറ്റ് റഷ്യ മുതൽക്ക് ഇങ്ങ് കേരളം വരെ ബംഗാൾ ത്രിപുര എടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് ഈ പാർട്ടിയുടെ അരിവാൾ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക മുന്നേറ്റം നടത്തിയിട്ടുള്ളത്? എവിടെയാണ് വ്യാവസായിക മുന്നേറ്റം നടത്തിയിട്ടുള്ളത്? പകരം ലോക ചരിത്രത്തിൽ മനുഷ്യ രക്തം കുടിച്ച അനുഭവമല്ലാതെ ആ പാർട്ടിയുടെ പതാകയ്ക്കും ആ പാർട്ടിയുടെ ചരിത്രത്തിനുമുണ്ടോ? നോക്കൂ, ഇപ്പോൾ തന്നെ നമ്മൾ പുറത്തു വന്നു. ഈ പാർട്ടി പലപ്പോഴും പറയും സംഘർഷം ഉണ്ടാകുമ്പോൾ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. അത് പറയുകയും പാർട്ടി അകത്താക്കപ്പെടുന്ന ആളുകളെ രക്ഷിക്കാൻ ആവശ്യമായ എല്ലാം കൃത്യമായി എത്തിച്ചു കൊടുക്കുകയും പാർട്ടി പണം കൊടുത്ത് നിശ്ചയിക്കുന്ന വക്കീലന്മാർ ഉപയോഗിച്ചുകൊണ്ട് രക്ഷിക്കാൻ ആവതെല്ലാം ചെയ്യുകയും ചെയ്ത ചരിത്രമില്ലേ? നോക്കൂ, 12 വർഷം കൊണ്ട് 12 കേസാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സുനി ജയിലിലിരുന്ന് ചെയ്തത്. ഒരു വർഷം ശരാശരി ഒരു കേസ് എന്ന തോതിൽ. ഇപ്പോൾ നേരത്തെ അസ്കർ പറഞ്ഞ മാതിരി ഒരാൾക്ക് പരോള് കൊടുക്കുന്ന അവകാശമാണ്, അത് മാനവികതയാണ്. പക്ഷേ ആ പരോള് കൊടുക്കുന്നത് അയാളെ റിഫോം ചെയ്യാനാണ്, അയാളെ പരിവർത്തനം നടത്താനാണ്. അയാൾക്ക് ശിക്ഷ കൊടുക്കുന്നത് അയാൾക്ക് മാനസാന്തരം വരുത്താനാണ്. അങ്ങനെ അദ്ദേഹത്തെ സമൂഹവുമായുള്ള ബന്ധം, ശിക്ഷ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകാനിരിക്കാൻ, സമൂഹവുമായി ബന്ധപ്പെടാനുള്ള അദ്ദേഹത്തിൻ്റെ ഇണക്ക് ചരടായിട്ടാണ് പരോളിനെ കാണുന്നത് എന്നാണ് ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? പാർട്ടി സമ്മതിക്കുമോ ഇവരെ റിഫോം ചെയ്യാൻ? പാർട്ടി അനുവദിക്കുമോ ഇവരെ മനം മാറ്റാൻ? പാർട്ടി അനുവദിച്ചിട്ടുണ്ടോ ഇവരെ? ഏറ്റവും അവസാനം എൻ്റെ അറിവിൽ പുറത്തിറങ്ങിയ പ്രതികൾ വയനാട് റിസോർട്ടിൽ വെച്ച് യുവാവിനെ ഭീഷണിപ്പെടുത്തിയ കേസാണ് നിൽക്കുന്നത്. മാത്രമല്ല, ഇവിടെ കണക്കുകൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞു. 150 ദിവസമാണ് TP ചന്ദ്രശേഖരനെ കൊന്ന പ്രതികൾക്ക്. അസ്കർ ഇന്ന് പറഞ്ഞ കൊല്ലപ്പെടേണ്ടവനല്ലാത്ത ചിലർ കൊല്ലപ്പെടേണ്ടവനായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കൊല്ലപ്പെടേണ്ടവർക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൊല്ലാനുള്ള അധികാരം ഏത് കോടതിയാണ് വകവെച്ച് നൽകിയത് എന്നും ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷെ 150 ദിവസമാണ് കിർമാനി പുറത്തു കടന്നിരിക്കുന്നത്. അനൂപിന് 175 ദിവസമാണ് പരോള് കിട്ടിയിരിക്കുന്നത്. സിജിൻ 225 ദിവസമാണ് കിട്ടിയിരിക്കുന്നത്. നീണ്ട പട്ടികയുണ്ട് ഇവിടെ. 327 ദിവസങ്ങൾ പുറത്തു കിടന്ന കുഞ്ഞനന്തൻ്റെ ചരിത്രമുണ്ട് അതിനകത്ത്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു റിഫോർമേഷനുള്ള സൗകര്യം, അവകാശം
കേരളത്തിലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ കുറ്റവാളികൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ശരി. കേരളത്തിലെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് അടിപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു രാഷ്ട്രീയേതര കുറ്റവാളിക്ക് ഈ തരത്തിൽ ഉദാരമായ പരോളുകൾ ലഭിച്ചിട്ടുണ്ടോ? ഇവിടെ നമ്മൾ പറയുന്ന മാതിരി സാമൂഹ്യ ബന്ധമല്ല, അത്ര നിഷ്കളങ്കവുമല്ല. പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ, അവർക്ക് വീട് കാച്ചലിനും പാല് കാച്ചലിനും എത്തിച്ചേരാൻ, അവരുടെ കുടുംബത്തെ പോറ്റാൻ, അമ്മമാർക്ക് മകനെ കാണാൻ എനിക്ക് തോന്നുന്നില്ല കൊടിസുനിക്ക് പുറത്തു വരണമെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ കൈകളിൽ എപ്പോഴും ആൻഡ്രോയിഡ് ഫോണുകൾ ലഭ്യമാണ്. അമ്മയോട് ദിവസവും അദ്ദേഹം വീഡിയോ കോൾ ചെയ്യാം, സംസാരിക്കാം, കാണാം, സുഖകരം അന്വേഷിക്കാം, ഏത് ഇടപാട് നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതൊന്നുമല്ല. പാർട്ടിയുടെ ഈ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്ന കാലയളവിൽ അദ്ദേഹം ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കാൻ നിയമപരമായി സാധിക്കില്ല ആ തരത്തിൽ, പക്ഷേ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേസ്. 2 ജയിലുകളിലും അതുമായി ബന്ധപ്പെട്ട് പരാതിയും കേസും വന്നിരുന്നു. ഓക്കെ, ശ്രീ BN ഹസ്കർ, ഇവിടെ ഇപ്പൊ നോക്കൂ, ഇന്ന് ഉണ്ടായിട്ടുള്ള ഒറ്റക്കാരി പറഞ്ഞോളൂ. അല്ല, ഒന്നുമില്ല. ശമ്പളത്തിന് ജയിലിൽ കഴിയുന്ന ആളാണ് ഈ കൊടിസുനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? പച്ചക്കറി തോട്ടത്തിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു മാസാമാസം ലഭ്യമായ വിവരം വെച്ച് അദ്ദേഹത്തിന് ഒരു പച്ചക്കറി തോട്ടത്തിലും ഇതുവരെ അദ്ദേഹം ഇറങ്ങി തൂമ്പയെടുത്ത് കിളച്ചിട്ടില്ല. പക്ഷേ പ്രതിമാസം അദ്ദേഹത്തിന് 3000 രൂപയിൽ കുറയാത്ത തുക അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നുണ്ട്. ഇത്ര സുഭിക്ഷമായ, ഇത്ര ജനോപകാരപ്രദമായ കുറ്റവാളിയുടെ അനുഭവം പ്രകടിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് വേറെ ഈ ഭൂമുഖത്തുണ്ടാകുമോ അഭിലാഷേ? ശരി, ഓക്കെ.